വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചിട്ട് സിനിമാ നടനായിട്ടുള്ള ഷൈൻ നിഗത്തിനെ കാണുക. പിന്നെ നമ്മൾ ആളായിട്ട് ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹലോ, നമസ്കാരം. അങ്ങനെ നമ്മളിന്ന് ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബയോമെട്രിക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മാത്രമല്ല, നമുക്ക് ഇവിടെ അധികമൊന്നും അങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പരമാവധി ഉള്ള സമയം കൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഓട്ടോയിലുള്ള യാത്രയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ തിരക്കുകൾക്കിടയിലൂടെ ഉള്ളൊരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലും ഏകദേശം ഈ ഒരു സ്ഥിതിയിലേക്കൊക്കെ ആയി വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെയും ഇവിടെ അത്രമാത്രം തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താമസിക്കണ അപ്പാർട്ട്മെൻറ്റിൽ 1 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നേരം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞാലേ ചിലപ്പോൾ ഊബറൊക്കെ കിട്ടാൻ ഇവിടെ ഭയങ്കര പാടാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകാം. എയർപോർട്ടിൽ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഇനി അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്ക് പോകാം. നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞ് കടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് എന്തോരം സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് അറിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ എല്ലാം വാങ്ങിയത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ ഹോസ്റ്റലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൊട്ടിലൊടുക്ക് സാധനങ്ങളും ഉണ്ട് ആ കടയിൽ. അത് കാരണം നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ഈ വെള്ളവും പിന്നെ അതുപോലത്തെ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനേ. എന്നാലും 150 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ മഹാൻ ഇതാണോ? കാര്യം പതിവ് പോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ടാക്സി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അവർ അതിൽ പറഞ്ഞ റേറ്റിനേലും 150 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞു. എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഊബറുകാരും വരുന്നില്ലാന്നേ. കുറേ നേരം പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ തന്നെ വന്നത്. അതും 150 രൂപ കൂടുതൽ ഇയാൾ വേണമെന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ട് മാത്രം. അങ്ങനെ 1 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് പോകാനായിട്ട്. പിന്നെ മാത്രമല്ല, വഴിയിൽ എന്തോരം ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം നമുക്കറിയാമായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന്. ഇവിടുത്തെ ഒരു ട്രാഫിക്കൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അങ്ങനെ ഇറങ്ങിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു ഉച്ച ടൈമിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നേരത്തേക്ക് എത്തിയാലും മതി. എങ്കിലും നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ അങ്ങനെ എത്തിയിട്ടുണ്ട്. നേരത്തെ എത്തിയോണ്ട് തന്നെ അകത്തേക്ക് കയറ്റി വിടുമെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്ന്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ പിന്നെ എന്തൊരു തിരക്കായിരുന്നു സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ. തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, ക്യൂ നിന്ന് നേരത്തെ വന്നാരണം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത്രയും തിരക്ക് ഞാൻ ഒരു എയർപോർട്ടിലും കണ്ടിട്ടില്ല കേട്ടോ. അത്രക്ക് തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്ന്. അങ്ങനെ നമ്മളിപ്പോൾ അതേ അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. പക്ഷേ എങ്കിൽ ഇവിടെ മൊത്തം ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റുകൾ ഭയങ്കര കുറവാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നതിന് ശേഷം KFC തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ബർഗർ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അറിയില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ. അതിനതേ നമ്മൾ ബർഗറും പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഫുഡടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ്ടോ നമ്മളങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഷൈനികത്തിനെ കാണുന്നത്. ആളങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരും ചെല്ലണമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പോയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേർക്കും ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര നിർബന്ധം. അങ്ങനെ പോയി ഇതേ ഫോട്ടോസൊക്കെ എടുത്തു. ആളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു, ടാറ്റയൊക്കെ തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു കേട്ടോ ആളുടെ പെരുമാറ്റമൊക്കെ. എന്തായാലും വളരെ ഹാപ്പിയായി. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഇതേ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ അടുത്ത് കാണാൻ സാധിക്കും കേട്ടോ. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, വേഗം ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോവില്ലേ, അപ്പോൾ നമുക്ക് ഫ്ലൈറ്റൊന്നും കാണാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു യാത്രയിൽ നമുക്ക് അടുത്ത് പോയിട്ട് ഫ്ലൈറ്റ് കാണാനൊക്കെ സാധിക്കും. ദേ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ ഫ്ലൈറ്റ് കാണാനായിട്ട്. ഹൈദരാബാദക്ക് വന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ബാക്ക് സൈഡിൽ കൂടി കയറണവരാണ്ടോ കൂടുതലും ഈ ബസ്സിന് വരുന്നത്. അപ്പം നമ്മളങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിനാണ്ടോ നമ്മൾ പോണത്. നമ്മൾ ഇങ്ങോട്ട് വന്നതും ഇൻഡിഗോ ഫ്ലൈറ്റിന് തന്നെയാണ്. ആ സെയിം ഫ്ലൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ ഇതും. അതേ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോണതും. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ബസ്സിലുള്ള യാത്രയാകുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഈ സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ നല്ല രസമാണ്. 1.25 മണിക്കൂറുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കൊച്ചിയിൽ എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ എത്തും ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്ട. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്, എങ്കിലും ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും മാത്രമേ ഉള്ളൂ ഈ കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബോറിങ് തന്നെയായിരിക്കും, വെറുതെ ഇങ്ങനെ ഇരിപ്പിരിക്കണം. പിന്നെ ഈ ഒരു യാത്ര അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചൊന്നും കാഴ്ചകളൊന്നും കാണിക്കാനൊന്നുമില്ല. ഇത് കണ്ടില്ലേ, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് മേഘങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ സമയം അങ്ങനെ കഴിഞ്ഞു പോയതേ. ഇത് കണ്ടില്ലേ, കൊച്ചി എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദിലായാലും ശരി കൊച്ചിയിലായാലും ശരി അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ താഴത്തേക്ക് നോക്കുമ്പോൾ ഫുള്ളും ഇങ്ങനെ വെള്ളവും കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയൊക്കെയാണ്. ഇനി ബസ്സിൽ പോയിട്ട് വേണം നമ്മളിനി എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ ഇത് തന്നെ. അപ്പോൾ ബാക്കിലായതുകൊണ്ടാണ് നമ്മൾ ഈ ബസ്സിൽ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ബാഗ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല. അതേ കണ്ടില്ലേ, നമ്മുടെ ഷൈനികും അവിടെ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു കേട്ടോ ആളും. ആ ലെഫ്റ്റ് സൈഡിൽ റെഡ് ടീഷർട്ട് ഇട്ട് നിൽക്കണ കണ്ടില്ലേ, അപ്പോൾ ആൾ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്തവണ ആരോ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവണേ ഇല്ല, കണ്ടില്ലേ, സാധാരണ ആളെ പോലെ അതിൻ്റെ ഇടയിൽ നിൽക്കണേണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടോടെ നമുക്ക് അറിയാവുന്നത് ഷൈനികമാണെന്ന്. മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് പിടികിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോണത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 2 ദിവസം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയില്ലേ. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് ലഞ്ചും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ നെടുമ്പാശ്ശേരിയിൽ ഈ റോഡ് സൈഡ് തന്നെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്.
സൽക്കാര എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ലഞ്ചിൻ്റെ സമയമായതുകൊണ്ട് എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. പുറത്താണെങ്കിലും വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അതേ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് സീ ഫുഡുകളാണ് അവിടെ എഴുതി വെച്ചേക്കണത്. നല്ല തിരക്കുണ്ട്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ചിക്കൻ ബിരിയാണിയും 1 മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടായി, പിന്നെ ഒരു തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം. ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. ഈ ഹൈദരാബാദ് യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് നമ്മൾ ഹൈദരാബാദ് പോയതിൻ്റെ. ഈ 3 ദിവസത്തെ വീഡിയോ ഞാൻ പല വീഡിയോകളായിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ എല്ലാവരും അത് കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഹൈദരാബാദ് പോകേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്തവണ നമ്മൾ പോയത് US-ലേക്കുള്ള ബയോമെട്രിക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇനി നമ്മൾ പോകാൻ പോണത് US-ലേക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിസയൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. വിസ റിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ബയോമെട്രിക്കും ഇൻ്റർവ്യൂവും അതൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് പുതിയ നിയമങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഹൈദരാബാദിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തവണത്തെ നാട്ടിലെത്തിയിട്ടുള്ള ഇത്തവണയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നാട്ടിലെത്തിയിട്ടുള്ള ദിവസങ്ങൾ മിക്കതും ഹൈദരാബാദിലാവും എന്നാണ് തോന്നുന്നത്. നമ്മുടെ വീഡിയോസുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.